റിഫ്ലക്സ് ടെക് വേൾഡിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ജിമ്മിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ്. അതായത് 10 ചാനലും 2 സബ് ഊഫറും ഉപയോഗിച്ചിട്ടുള്ള ഒരു ആംപ്ലിഫയർ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇതുപോലെ മുൻപ് നമ്മൾ സെയിം ആംപ്ലിഫയർ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. അത് ഖത്തറിലേക്കാണ് ചെയ്തത്. അതായത് അന്ന് ഖത്തറിലേക്ക് കൊടുത്തു വിട്ട അതേ സെയിം ജിമ്മിൽ ആ ഓഡിയോ സിസ്റ്റം കേട്ടിട്ടും കണ്ടിട്ടും തന്നെയാണ് അതേപോലെ ഒരു ഓർഡർ സെയിം അവിടെ ഖത്തറിലേക്ക് തന്നെയാണ് സെയിം തന്നെ ഒരു ആംപ്ലിഫയർ അതേപോലെ തന്നെ വേണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ ആംപ്ലിഫയർ ചെയ്തത്. ഇതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ ചാനൽ 50 വാട്ട് വീതം, അതായത് 10 ചാനൽ ഉപയോഗിച്ചിട്ടുണ്ട്. 10 ചാനൽ 50 വാട്ട് വീതമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന IC എന്ന് പറഞ്ഞാൽ TDA IC ആണ്. TDA 7265 ആണ് 10 ചാനലായിട്ട് നമ്മൾ 50 വാട്ടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഊഫറിന് വേണ്ടി നമ്മൾ RBLന്റെ ബോർഡാണ് IRF 260 ഉപയോഗിച്ചിട്ടുള്ള 2 മോസ്ഫെറ്റ് ഉപയോഗിച്ചിട്ടുള്ള ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ബോർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. 400 വാട്ടിന് താഴെ നമുക്ക് സബ് ഊഫറിന്റെ ഔട്ട് ലഭിക്കും. നമുക്ക് JBL, സോണി ഇങ്ങനെയുള്ളതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര വാട്ടേജ് കൂട്ടി ചെയ്യുന്നത്. അങ്ങനത്തെ 2 ബോർഡാണ് നമ്മൾ ഇതിനകത്ത് RBLന്റെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതാണ് ആംപ്ലിഫയറിന്റെ മെയിൻ ബോർഡ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ ഫ്രണ്ട് പാനലും ബാക്ക് പാനലും മൊത്തം നമ്മൾ അക്രിലിക് പാനൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് പാനലിൽ നമ്മൾ മാസ്റ്റർ ഓളി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 10 ചാനലിന് 2 സബ് ഊഫറിന്റെ ഓളി നമുക്ക് ഒരേ സമയത്ത് കൂട്ടാനും കുറയ്ക്കാനായിട്ടുള്ള കൺട്രോൾ കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് 10 ചാനലിൻ്റെ ബേസ്, ട്രിബിൾ, അതുപോലെ തന്നെ വോളിയാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മുകളിലായിട്ട് USB പാനലിൻ്റെ നെക്സ്റ്റ് ചെയ്യാനുള്ള ബട്ടണുകളും മോഡ് മാറ്റാനുള്ള ബട്ടണുകളും വലിയൊരു ഡിസ്പ്ലേയും കൂടി കൊടുത്തിരിക്കുന്നു. അടുത്ത സൈഡിലായിട്ട് നമ്മൾ സബ് ഊഫറിൻ്റെ ഓളിയാണ് കൊടുത്തിരിക്കുന്നത്. സബ് ഊഫറിൻ്റെ ഓളി എത്രത്തോളം വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ വെച്ചതിന് ശേഷം നമുക്ക് മാസ്റ്റർ ഓളിയാൻ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ പുറകുവശത്ത് വന്നിരിക്കുന്നത് ഒരു 3 പിൻ സോക്കറ്റ് നമ്മൾ പവർ പ്ലഗിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടി തന്നെ. പിന്നെ വരുന്നുള്ള 10 ചാനലിന് വേണ്ടിയുള്ള സ്പീക്കർ കണക്ടറാണ് വന്നിരിക്കുന്നത്. 2 രീതിയിൽ 5 ചാനലിനും 5 ചാനലിനായിട്ട് സ്പീക്കർ കണക്ടർ കൊടുത്തിരിക്കുന്നത്. സബ് ഊഫറിന് വേണ്ടി നമ്മൾ പ്ലസും മൈനസ് ആയിട്ട് ബനാന സോക്കറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്സിലറി ഇൻപുട്ട് ഒരെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഒരു ഓക്സിലറി ഈ ജിമ്മിലേക്കൊക്കെ ഒരു ഓക്സിലറി മതിയാവും. അതായത് കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ കൊടുക്കാനായിട്ട് ഒരു ഓക്സിലറി മതിയാവും. അതുകൊണ്ടാണ് ഒരു ഓക്സിലറി ഇൻപുട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ പുറകുവശം വന്നിരിക്കുന്നത്. ഇനി ആംപ്ലിഫയറിൻ്റെ ഓഡിയോ ക്വാളിറ്റി ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇൻറ്റീരിയലും ചെക്ക് ചെയ്ത് നോക്കാം. ഇൻറ്റീരിയലിൽ ഉപയോഗിച്ചിരിക്കുന്ന ബോർഡുകളെല്ലാം നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഈ ഭാഗത്ത് മൊത്തം നമ്മൾ പവർ സപ്ലൈ ആണ് ചെയ്തിരിക്കുന്നത്. അത് ടൊറോയ്ഡ് ട്രാൻസ്ഫോമർ നമ്മൾ പറഞ്ഞ് നമ്മുടെ പേരിലാണ് ചെയ്യിപ്പിക്കുന്ന ടൊറോയ്ഡ് ട്രാൻസ്ഫോമറാണ് ഇതിനകത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഊഫറിന് വേണ്ടി 10,000-ൻ്റെ 2 കപ്പാസിറ്റർ ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 10 ചാനലിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് സബിൻ്റെ പ്രീ ബോർഡ്, അതുപോലെ തന്നെ BT ബോർഡിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നു. ഫാനിന് വേണ്ടി സെപ്പറേറ്റും ഒരു സപ്ലൈ നമ്മൾ എടുത്തിട്ടുണ്ട്. നമ്മുടെ പേരിലുള്ള പവർ സപ്ലൈ ബോർഡ് തന്നെയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. സബ് ഊഫറിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നത് 45 DC വോൾട്ടിൽ വരാവുന്ന രീതിയിലാണ് സബ് ഊഫറിന് വേണ്ടി എടുത്തിരിക്കുന്നത് 2 സബിൻ്റെ ബോർഡിന് വേണ്ടി. അതുപോലെ തന്നെ TDA 7265 വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന കുറച്ച് വോൾട്ടേജ് കൂടുതൽ എടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഇതിനകത്ത് 12 വോൾട്ട് മുതൽ 22 വോൾട്ട് വരെ മാക്സിമം കൊടുക്കാം. നമ്മൾ ഏകദേശം ഒരു 18 വരാവുന്ന രീതിയിലാണ് 10 ചാനലിന് വേണ്ടി വോൾട്ടേജ് DC വോൾട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ RBLൻ്റെ ഒരു 2.1 സ്പീക്കർ പ്രൊട്ടക്ഷൻ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതിനകത്ത് ചെറിയ റിലേയാണ് നമ്മൾ സബ് ഊഫറിന് വേണ്ടി കൊടുത്തിരിക്കുന്നത്. ഇതാണ് നമ്മുടെ 3-വേ BT വന്നിരിക്കുന്നത്. അതിനകത്ത് 3-വേക്ക് പകരം നമ്മൾ കൊടുത്തതിന് ബേസും ട്രിബിളും മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. മിഡ് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇതിൻ്റെ അകത്ത് തന്നെ. പിന്നെ മഹാരാജയുടെ ഒരു സബ് ഫ്രീ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതാണ് RBLൻ്റെ തന്നെ 2 സബ് ഊഫറിൻ്റെ ബോർഡ് വന്നിരിക്കുന്നത്. ക്ലാസ് ഡി ആംപ്ലിഫയർ ആണ്. IRF 260 ആണ് ഇതിനകത്ത് വന്നിരുന്നത്. 2 IRF ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2 ബോർഡിൽ കൂടി 4 എണ്ണം കൊടുത്തിട്ടുണ്ട്. 400 വാട്ടിൻ്റെ അടുത്ത് കിട്ടും. നമുക്ക് ഏകദേശം ഒരു 350 വാട്ട് 350 വാട്ടോളം നമുക്ക് സബ് ഊഫറിന് ഒരെണ്ണത്തിന് ലഭിക്കും. അങ്ങനെ 2 ബോർഡാണ് സബിന് ഉപയോഗിച്ചിരിക്കുന്നത്. 10 ചാനലിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്നത് പവർ ട്രിക്കിൻ്റെ ബോർഡാണ്. TDA 7265 ആണ് ഉപയോഗിച്ചിരുന്നത്. ഇതിനകത്ത് വോൾട്ടേജ് നമ്മൾ കുറച്ച് കൂടുതൽ കൊടുത്തേണ്ട ഏകദേശം 50 വാട്ടോളം ഇതിനകത്ത് ഒരു ചാനലിൽ നിന്ന് ലഭിക്കും. അങ്ങനെ 10 IC ആണ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം ഈ
നിങ്ങൾക്ക് നോക്കുമ്പോൾ അറിയാം, ഈ ഭാഗത്ത് 10 IC ഉപയോഗിച്ചിരിക്കുന്നു, അതുപോലെ തന്നെ ഇവിടെയും 10 IC ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ 2 ബോർഡാണ് നമ്മൾ ഈ ഭാഗത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ബോർഡും അതിൻ്റെ ഹീറ്റ്സിംഗ് ആണ്. ഒരു കൂളിംഗ് ഫാനും നമ്മൾ കൊടുത്തിരിക്കുന്നു. ഇത് ഓക്സിലറി ഇൻപുട്ടാണ്. പിന്നെ വന്ന് 2 സബ് വൂഫറിനുള്ള ഔട്ട്, ഇത് 10 ചാനലിനുള്ള സ്പീക്കർ ഔട്ട്, പവർ കേബിളും ഉപയോഗിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടർ സോക്കറ്റ് 3 പിൻ സോക്കറ്റാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്, ഇൻബിൽറ്റ് ഫ്യൂസോട് കൂടി. ഫ്രണ്ട് പാനലിലാണ് ഇതിൻ്റെ ഡിസ്പ്ലേ വന്നിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ആംപ്ലിഫയറിൻ്റെ ഉൾവശം വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഇതിനൊക്കെ കൊടുത്തിരിക്കുന്നത് കടയിൽ ഉപയോഗിക്കുന്ന 5.1 ഉപയോഗിക്കുന്ന 4 ഇഞ്ചിൻ്റെ 2-way ബോക്സാണ് കൊടുത്തിരിക്കുന്നത്. സെൻറ്ററും കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ സറൗണ്ടും ലെഫ്റ്റ് റൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ സബ് വൂഫർ ഒരെണ്ണമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡയറക്റ്റ് വീഡിയോ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്, വേറെ ഓഡിയോയിൽ മിക്സിങ് കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. അന്ന് കൊടുത്തുവിട്ട ഇതേ സെയിം ആംപ്ലിഫയർ തന്നെ അവർ ഉപയോഗിക്കുന്നത് 6 ഇഞ്ച് വന്നിട്ടുള്ള 2-way ബോക്സിലാണ് അങ്ങനത്തെ 10 ഉപയോഗിക്കുന്നത്. സബ് വൂഫർ JBL ആണ്. നമുക്ക് ഇവിടുന്ന് സ്പീക്കർ സിസ്റ്റം എല്ലാം കയറ്റി വിടാന്ന് വെച്ചാൽ ഭയങ്കര ചിലവ് കൂടുതലുള്ളതുകൊണ്ടാണ് ആംപ്ലിഫയർ മാത്രം കൊടുത്തിരുന്നു. ഇതിലും അതേപോലെ തന്നെ 6 ഇഞ്ച് വരാവുന്നത് 2-way ബോക്സും സബ് വൂഫറും 12 ഇഞ്ച് സബ് വൂഫർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ആംപ്ലിഫയറിൻ്റെ എല്ലാ ഡീറ്റെയിലും ഞാൻ താഴെ എന്തൊക്കെ ഇൻപുട്ട് ഔട്ട്പുട്ടുകൾ, എത്ര വാട്ടേജ്, എന്തൊക്കെ ബോർഡുകൾ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ ഡീറ്റെയിലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചാറ്റ് ഒഴിവാക്കിയിട്ട് മാക്സിമം കോൾ വിളിക്കാൻ നോക്കുക. ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ചാനലിലുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യാൻ ഓർക്കുക. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ കാണാം. അത് അമർത്തിയാലാണ് നമ്മുടെ ചാനലിൽ ഒരു നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.